പുതുമഴയിൽ നീ അഴകഴകേതോ കനവുയിരാകെ നീ നനതാരോ കനവെഴുതിയതോ അതു പറയാം തനനനന വാർമഴയിൽ തുള്ളി തുള്ളി അലകളായി ഒഴുകി നീയും സ്നേഹാർദ്രമായി തീരങ്ങളെ തഴുകും നിലാവൂ അഴകേ നനനനനേ പരരൂ നനനനന നനന നനനനന അറിയാതെ 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 ആത്മാവിൽ അലകളിലെങ്ങോ അറിയാതെ മധുരിക്കും മധുവാണു പ്രേമം. ഇന്ന് നമ്മളോട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ എത്തിയിരിക്കുന്നത് 40 വർഷമായിട്ട് സംഗീത ലോകത്ത് തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കലാകാരനാണ്. അദ്ദേഹത്തിൻ്റെ നിരവധി സിനിമകൾ ഈ വർഷം തന്നെ റിലീസ് ചെയ്യാനിരിക്കുന്നുണ്ട്. ഓരോന്നോരോന്നായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അനുഗ്രഹീത കലാകാരൻ ജോസ് ബാപ്പയ്യ. ചേട്ടാ നമസ്കാരം. നമസ്കാരം. അപ്പോൾ ചേട്ടൻ്റെ ഇപ്പോൾ ഏറ്റവും റീസെൻ്റായിട്ട് ഇറങ്ങാൻ പോകുന്ന സിനിമ എന്ന് പറഞ്ഞാൽ പുകയാണ്. പുക. എന്താണ് പുക? പുക നമ്മൾ 2 ദിവസം മുമ്പ് 3-ാം തീയതി റിലീസായി OTT പ്ലാറ്റ്ഫോം. OTTക്കാണ്. തിയേറ്ററിന് വേണ്ടി നമ്മൾ ട്രൈ ചെയ്തു. പക്ഷേ ഇപ്പോൾ ഒരുപാട് സിനിമകൾ വരാനുള്ളത് കൊണ്ട് നമ്മൾ അടുത്തൊരു പ്രോജക്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത് OTTക്ക് കൊടുത്തു. അത് ഇപ്പോഴത്തെ ആനുകാലികമായ സംഭവങ്ങളെല്ലാം കൂടെ വെച്ചുകൊണ്ട് നല്ലൊരു മൂവിയായിരുന്നു. അത് സംഗീതത്തിന് പ്രാധാന്യം ഉള്ളതാണോ? സംഗീതത്തിന് പ്രാധാന്യം അതിനകത്ത് ശരിക്കും 3 പാട്ടുണ്ട്. അതിനെ പറ്റിയൊരു നല്ല സിറ്റുവേഷൻ അതിനകത്ത് ഉണ്ടായിരുന്നു. ഓക്കെ. പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ പറഞ്ഞില്ലേ രാഷ്ട്രീയമുണ്ട്, ഇപ്പോഴത്തെ തമ്മിലുള്ളതായ പോരുണ്ട്, സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, എല്ലാം കൂടെ മിങ്കിൾ ചെയ്തിട്ടുള്ളൊരു നല്ല മൂവിയായിരുന്നു. നല്ല സാധ്യത ഉണ്ടായിരുന്നു. അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഈ സോങ് ആരൊക്കെയാണ് പാടിയിരിക്കുന്നത്? സോങ് ഒന്ന് നമ്മുടെ ജാസി ഗിഫ്റ്റ് പാടിയിട്ടുണ്ട്. അത് നമ്മുടെ ഒരു ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിലുള്ളതായ ഇപ്പോൾ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ ബേസ് ചെയ്തിട്ട് അങ്ങൊരു പുക എന്ന് പറഞ്ഞാൽ മൂവിയുടെ പേര് തന്നെ വെച്ചിട്ടുള്ളൊരു പാട്ട്. ഓ ശരി. അടിയും വെടിയും പുക ആ സംഭവം അത് തന്നെ. അതെ. അപ്പം പിന്നെ വേറൊരു നല്ലൊരു ഡുവേറ്റ് സോങ് ഉണ്ട്, ലവ് സോങ്. അത് എൻ്റെ അടുത്ത സുഹൃത്തായ സ്വരസാഗർ, നല്ലൊരു സിംഗറാണ് അദ്ദേഹം. സ്വരസാഗറും രാജി എന്ന് പറഞ്ഞൊരു കുട്ടിയാണ്, യുവഗായകനാണ്. അവർ രണ്ടുപേരും അത് പാടിയിട്ടുള്ളത്. അത് എല്ലാ പാട്ടുകളും നല്ലതാണ്, നല്ല പ്രതീക്ഷ ഉണ്ട്. വരികൾ ആരാ എഴുതിയിരിക്കുന്നത്? വരികൾ അതിൻ്റെ ഡയറക്ടർ ശ്രീ അരുൺ അയ്യപ്പൻ, അദ്ദേഹം തന്നെ എഴുതിയിരിക്കുന്നത്. ഓക്കെ. അദ്ദേഹം തന്നെയാണ് സ്ക്രിപ്റ്റും ഡയറക്ഷനും എല്ലാം പുള്ളി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ജാസി ഗിഫ്റ്റ് പാടിയതിൻ്റെ ലിറിക്കൽ വീഡിയോ ഇറങ്ങിയതാണ്. വീഡിയോ സോങ് ഇറങ്ങിയിട്ടില്ല. അത് 2 ദിവസം കഴിഞ്ഞാണ്. ഇതിൻ്റെ ഒരു ഡുവേറ്റ് ഇന്ന് ഇറങ്ങും. മറ്റേ സ്വരസാഗരൊക്കെ പാടി ഇന്ന് 5 മണിക്ക് ഇറങ്ങുന്നത്. ഓക്കെ. എങ്ങനെ ഈ സ്വരസാഗരൻ എങ്ങനെ കണ്ടുപിടിക്കാൻ കാരണം? സ്വരസാഗർ 2-3 കാര്യം. ഒന്ന്, അദ്ദേഹം എൻ്റെ വീടിനടുത്ത് താമസിക്കുന്നുണ്ട്. പിന്നെ പോരാഞ്ഞിട്ട് നേരത്തെ തന്നെ ഞാൻ സെക്കുലർ ഗാനങ്ങളൊക്കെ ഞാൻ പോകുന്നുണ്ട്. ഇപ്പോൾ കീബോർഡ് വായിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സ്റ്റേജ് പിന്നെ പെർഫോമർ ആയതുകൊണ്ട് ഞങ്ങൾ 2 പേരും അങ്ങനെ നിൽക്കുന്നുണ്ട്. പല സ്റ്റേജിലും വേദിയിൽ വെച്ച് കണ്ടുമുട്ടാൻ സാധിച്ചിട്ടുണ്ട്. എന്താ സ്വരസാഗറിൻ്റെ ശബ്ദത്തിൽ എന്താ വ്യത്യാസം? എന്ത് പ്രത്യേകതയാണ് കണ്ടത്? സ്വരസാഗർ ശരിക്കും നല്ല ടാലൻ്റ് ഉള്ളൊരു ഗായകൻ തന്നെയാണ്. അദ്ദേഹത്തിന് ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടില്ല, ഇനിയും കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാനും സ്വരസാഗറൊക്കെ ഇരിക്കുന്നത്. പെട്ടെന്ന് പാട്ട് പഠിക്കും, പെട്ടെന്ന് പാട്ട് പഠിച്ച് പാടും. നമ്മൾ വോയിസ് നോക്കുമ്പം ചിലപ്പം മറ്റു പലരുമായിട്ട് സിമിലാരിറ്റി തോന്നുന്നുണ്ട്, മധുവിൻ്റെ ഡിറ്റോ ആയിട്ടൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ഇല്ലാതെ പാടാൻ പറഞ്ഞാലും സ്വരസാഗർ പാടും. ഇപ്പം ചിലവർക്കിപ്പം മധുവിനെ അനുകരിക്കുകയല്ല ഒരിക്കലും, ശരിക്കും സ്വരസാഗറിൻ്റെ നാച്ചുറൽ വോയിസ് തന്നെയാണത്. പക്ഷേ നമുക്ക് ഇപ്പോഴത്തെ ഒരു സംഭവം, ഇപ്പോൾ ദാസേട്ടനെ അനുകരിക്കുന്ന ഒരുപാട് പേരുണ്ട്, അത് അനുകരണമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. സ്വരസാഗറിനെ സംബന്ധിച്ചോളം പുള്ളിക്കാരൻ്റെ ഒറിജിനൽ വോയിസ് അത് തന്നെയാണ്. പക്ഷേ മധുബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു ഫേമസ് ഗായകനായതുകൊണ്ട് സ്വരസാഗർ പാടുമ്പോൾ അദ്ദേഹത്തിനെ അനുകരിക്കുന്നേ പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ സാഗറിൻ്റെ ഒറിജിനൽ വോയിസാണത്. നല്ല കഴിവുള്ള ഒരു ആർട്ടിസ്റ്റ് തന്നെയാണ്. ഇനിയും വരും അവസരങ്ങളൊക്കെ ഒരുപാട് സാഗറിന് കിട്ടും. കാരണം എൻ്റെ വീടിനടുത്താണ്ട് ഞങ്ങൾ എപ്പോഴും കാണും, മ്യൂസിക്കിനെ പറ്റിയൊക്കെ സംസാരിക്കും. ആ സോങ് എന്തായാലും നമുക്ക് നോക്കാമല്ലോ. മഞ്ഞ് പോലെ നെഞ്ചിനുള്ളിൽ പെയ്തിറങ്ങുന്നൊരോമൽ പൂവേ, മാരിവില്ലിൻ തേരിലേറി
മാമഴക്കാടിൻ ഓർമ്മ പോലെ വാർമഴയിൽ തുള്ളി തുള്ളി അലകളായി ഒഴുകി നീയും സ്നേഹാർദ്രമായി തീരങ്ങളെ തഴുകും നിലാവൂ മഞ്ഞുപോലെ നെഞ്ചിനുള്ളിൽ പെയ്തിറങ്ങുന്നൊരോമൽ പൂവേ. ഇതാണ് ആ പാട്ട്. ഓക്കെ. ഇനി ഇത് എപ്പോഴാണ് ഈ സംഗീതം എന്ന് പറഞ്ഞ സംഭവം ചേട്ടൻ്റെ തലയിൽ കയറുന്നത്? ശരിക്കും എൻ്റെ ഫാമിലി തന്നെ ഒരുപാട് സംഗീതജ്ഞരുണ്ട് ആക്ച്വലി. പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എൻ്റെ ബ്ലഡിൽ നിന്നും ഞാൻ പൊക്കിയെടുത്തുകൊണ്ട് വന്ന സാധനമാണ്. ഓക്കെ. ഞാൻ ഇതുവരെ ആരുടെ അടുത്തും ഒന്നും പോയി പഠിച്ചിട്ടില്ല. ഗുരുവില്ല. ഞാൻ എപ്പോഴും ദൈവമാണ് എൻ്റെ ഗുരു എന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം ഇത് കണ്ടും കേട്ടുമാണ് ഞാൻ പഠിച്ചത്. ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടുണ്ടോ? ഞാൻ പിന്നീട് സ്വന്തമായിട്ട് പഠിച്ച് പിന്നെ എനിക്കൊരു 10-60-70 പിള്ളേർ ഉണ്ടായിരുന്നു. അയ്യോ, ശരി. ഞാൻ ശരിക്കും എൻ്റെ പ്രവർത്തന മേഖലയെല്ലാം വടക്കോട്ടായിരുന്നു. ഞാനൊരു 30 വർഷത്തോളം തിരുവല്ല ഭാഗത്തായിരുന്നു. അപ്പോൾ അവിടെ വന്നപ്പോൾ തന്നെ ഞാൻ മ്യൂസിക് സ്കൂളിലും ഒരുപാട് സ്ഥലങ്ങളിൽ ഹോം ട്യൂഷനും. പിന്നെ എന്താണെന്നറിയാം, നമ്മൾ ആദ്യം ഒന്നും പഠിക്കാതെ തന്നെ നമ്മളിങ്ങനെ വന്നപ്പം നമുക്ക് വേദികൾ കിട്ടിത്തുടങ്ങി, പോപ്പുലാരിറ്റി കിട്ടിത്തുടങ്ങിയപ്പോൾ കോൺഫിഡൻറ്റ് കൂടും. മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ വായനയിലോ സംഗീതം ചെയ്യുന്നതിലോ മിടുക്കനാണെങ്കിലും ആധികാരികമായിട്ട് 2 ചോദ്യം ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ലെന്നാണ് കയറും. അതുകൊണ്ട് എന്ത് ചെയ്തു, സ്വന്തമായിട്ട് തന്നെ ഞാൻ റെഫർ ചെയ്ത് സംശയങ്ങൾ ഇന്നും എനിക്കുണ്ട്. ഞാൻ ആരോടും ചോദിക്കും. എനിക്കെല്ലാം അറിയാമെന്നുള്ളൊരു, എനിക്ക് ഒത്തിരി സുഹൃത്തുക്കളുണ്ട്. അവരുടെ അടുത്ത് എല്ലാം എന്ത് ഡൗട്ട് വന്നാലും ചോദിക്കും. അങ്ങനെ പഠിച്ച് ഞാൻ സ്വന്തമായിട്ട് പഠിച്ചിട്ട് ഞാൻ പിന്നെ മറ്റുള്ളവരിലേക്ക് പറഞ്ഞു. ഓക്കെ. ശരിക്കും വീട്ടിലൊരു ചെറിയ ഹാർമോണിയം ഉണ്ടായിരുന്നു. അതിനകത്താണ് ഞാനിങ്ങനെ വായിച്ച് പഠിക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ വായിക്കുന്ന പാട്ട് സിന്ദൂര തിലകവുമായി. ഓക്കെ. സിന്ദൂര തിലകവുമായി, അത് കുയിലിനെ തേടിയാണ്. അത് പാടാമല്ലോ നമുക്ക്. സിന്ദൂര തിലകവുമായി പുള്ളിക്കുയിലേ പോരുമി, സിന്ദൂര തിലകവുമായി പുള്ളിക്കുയിലേ പോരുമി, രാഗാദ്രമായി നീ മോഹങ്ങൾ തന്നുവോ, രാഗാദ്രമായി നീ മോഹങ്ങൾ തന്നുവോ, പ്രേമത്തിൻ കഥകളുമായി പറന്നു വന്ന് തെന്നലെ പദപ പദപ പദ പദ സരിഗത പദപ പദപ പദ പദ സരിഗത പദ സ സരി മരി 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 ഗരി സ, എന്താണെന്ന് തോന്നുന്നു. അത് പണ്ട് ഞാനതായിരുന്നു ഹാർമോണിയത്തിൽ ഞാൻ വായിച്ചത്. അങ്ങനെയാണ് ഞാൻ തുടക്കം. പിന്നെ പള്ളിയിൽ ഒരു ക്രിസ്ത്യനായതുകൊണ്ട് പള്ളിയിൽ വായിക്കാനുള്ള, കൊയറിനൊക്കെ വായിക്കാനുള്ള അവസരം കിട്ടി. അങ്ങനെ ഞാൻ ഡെവലപ്പ് ചെയ്ത് വന്നതാണ്. എന്നിട്ട് ഇത് ആദ്യമായിട്ടൊരു സിനിമ അല്ലെങ്കിൽ ആൽബം ആണോ അതോ എന്താണ് ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുന്നത് ഒരു ക്രിയേഷനിലൂടെ, ഒരു മ്യൂസിക് ഡയറക്ടർ എന്ന ലെവലിൽ? മ്യൂസിക് ഡയറക്ടർ എന്നുള്ള ലെവലിൽ ഞാൻ ആദ്യം ശരിക്കും എൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി വരുന്നത് ചർച്ചിൽ തന്നെയാണ്. കൊയർ വന്നപ്പോഴത്തേക്ക് ഒരു ക്രിസ്മസ് പാട്ട് വന്നപ്പോഴത്തേക്ക് എൻ്റെ പപ്പ ചുമ്മാ എഴുതുമായിരുന്നു. വലിയ എഴുത്തുകാരനൊന്നും അല്ല പുള്ളി. വേറെ ആരെയും കിട്ടാത്തൊരു സാഹചര്യമൊക്കെ വരുമ്പോഴത്തേക്ക് പപ്പ ഇങ്ങനെ എഴുതുമായിരുന്നു. അങ്ങനെ പപ്പ എഴുതിയിട്ട് ഇങ്ങനെ മേശപ്പുറത്ത് വെച്ചിരുന്നു. പുള്ളിക്ക് എന്തോ എനിക്ക് തരാനോ ഒന്നുമല്ല, ഒരു പ്രത്യേക സിറ്റുവേഷനിൽ അദ്ദേഹം എഴുതിയിട്ട് എന്നോട് പറഞ്ഞു അത് അവിടെ ഇരിപ്പോണ്ട് എടുത്ത് കളയരുതെന്ന് പറഞ്ഞു. അപ്പോൾ പപ്പ അങ്ങോട്ട് പോയ സമയത്ത് ഞാനിങ്ങനെ ഇപ്പോഴെനിക്ക് വരി ഓർമ്മയുണ്ട്. പ്രപഞ്ച സൃഷ്ടാവിൻ മഹത്വം എന്നും പറഞ്ഞൊരു പപ്പ ഇങ്ങനെ എഴുതി വെച്ചു. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഞാനെന്തോ വെളിയിലെന്തോ പോയി കളിച്ചിട്ടൊക്കെ വന്ന് വെറുതെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെ സോഫയിൽ ഇരുന്നപ്പോഴത്തേക്ക് മേശപ്പുറത്ത് ഇങ്ങനപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി. അപ്പോൾ പപ്പയുടെ ഹാൻഡ് റൈറ്റിംഗ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ എന്തുവാണെന്ന് അറിയത്തില്ല. ഞാൻ ചുമ്മാ എടുത്തിട്ട് ഒരു വരി ഹാർമോണിയം ഒന്നുമില്ല. അപ്പം ഞാൻ പ്രപഞ്ച സൃഷ്ടാവിൻ മഹത്വം ഭൂവിതിലെങ്ങും വിളങ്ങിടട്ടെ ഇങ്ങനെ ചുമ്മാ അവിടെ നിന്ന് പാടി വെറുതെ. പക്ഷേ ഇത് പപ്പ അകത്ത് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് പറഞ്ഞു, മോനെ കൊള്ളാലോടാ. ഞാൻ പറഞ്ഞു, പപ്പ എന്തിനാ ഇത്? പപ്പ പറഞ്ഞു, ഇതൊരു ക്യാമ്പ് വരുന്നുണ്ട്, യൂത്ത് ക്യാമ്പ്. എവിടെ? പള്ളിയുടെ. അപ്പോൾ അതിന് വേണ്ടി അതിൻ്റെ ടൈറ്റിൽ സോങ് ആയിട്ട് എഴുതിയതാണെന്നുള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എന്നാൽ നീ അത് ചെയ്യാൻ നോക്കടാ, എന്താണെന്ന് വെച്ചാൽ നോക്കുന്നത്. ഞാൻ ചുമ്മാ എന്തോ ദൈവഭാവത്തിന് അങ്ങ് ഒത്തു. അങ്ങനെയാണ് പിന്നീട് ഞാൻ ഡിവോഷണൽ മേഖലയിലേക്ക് ഒത്തിരി കാസറ്റുകളും, നമുക്കിപ്പോഴാണല്ലോ കാസറ്റ് ഇല്ലാത്തത്, CD
ഇറങ്ങുമ്പോഴും ഇഷ്ടംപോലെ വർക്കുകൾ അത് ഈ മ്യൂസിക് ഡയറക്ടർ എന്ന ലെവലിലാണ് പോകുന്നത്, കീബോർഡ് എന്ന പ്ലെയർ എന്ന അല്ല, രണ്ടും കിട്ടുമായിരുന്നു എനിക്ക്. ഓക്കെ. അന്ന് നമുക്കൊരു 12 പാട്ട് 10 പാട്ട് 8 പാട്ടാണല്ലോ ഒരു കാസറ്റിലൊക്കെ വരുന്നത്. ആ, അത് ഓർക്കസ്ട്രേഷൻ ചെയ്യാനായിട്ടും കിട്ടും, മ്യൂസിക് ചെയ്യാനായിട്ടും കിട്ടുമായിരുന്നു. അത് എങ്ങനെയാന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കൺവെൻഷൻ പ്രോഗ്രാമൊക്കെ നമ്മൾ പോകുമ്പോഴേ ഒരു ദിവസം ഒരു 4 ദിവസമൊക്കെ ആയിരിക്കുമല്ലോ ഒരു സ്ഥലത്തെ പ്രോഗ്രാം. ഇത് കണ്ടിട്ട് ആരെങ്കിലും വന്ന് അവിടുന്ന് പരിചയപ്പെടും. അപ്പോൾ അവർ വീട്ടിൽ കുറേ പാട്ടൊക്കെ എഴുതി വെച്ചിട്ടായിരിക്കും വരുന്നത്. പൈസ കാണും, പക്ഷേ ഇത് എങ്ങനെ അറിയത്തില്ല. അപ്പോൾ നമ്മുടെ ടീം ലീഡറെ കാണുമ്പോൾ ഞങ്ങൾ ഇത്രയും പേരുണ്ടെങ്കിലും പുള്ളി അപ്പോൾ അവർ പറയും അദ്ദേഹത്തിനെ കണ്ടാൽ മതി എന്ന് പറയും. അപ്പോൾ എന്നെ കണ്ടിട്ട് പറയും മോനെ അല്ലെങ്കിൽ ചേട്ടാ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് പറയും ഞങ്ങൾക്ക് ഇങ്ങനെ എൻ്റെ അമ്മച്ചി എഴുതി കുറേ പാട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി ആയിക്കോട്ടെ. പിന്നെ കോൺടാക്ട് നമ്മളിന്നും മൊബൈലൊക്കെ ഉണ്ട്, അന്ന് മൊബൈലില്ല. കോൺടാക്ട് നമ്പർ വെച്ച് ഇവരവിടെ വന്ന് പാട്ടും കൊണ്ട് തരും. പാട്ടും ശരി ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞ് കോൺടാക്ട് നമ്പർ. ഇത് ഞാൻ സമയം കിട്ടുന്നതനുസരിച്ച് ഇരുന്ന് ചിലപ്പം പ്രോഗ്രാം സൈറ്റിലോ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഞാൻ കമ്പോസ് ചെയ്യും. ഓക്കെ. കമ്പോസ് ചെയ്തിട്ട് എൻ്റെ കൂടെയുള്ളവരെ കൊണ്ട് ഒന്ന് പാടിച്ച് അവനെ ഒന്ന് ഓർഡറാക്കി, ചെറിയ വാക്ക്മാൻ ഉണ്ടല്ലോ അതിനകത്ത് പിടിച്ച് വെച്ചിട്ട് പിന്നെ അവരെ കോൺടാക്ട് ചെയ്യും. പിന്നെ ബഡ്ജറ്റ് പറയും, സ്റ്റുഡിയോ ബുക്ക് ചെയ്യും, അങ്ങനെ. ആദ്യമായിട്ട് മ്യൂസിക് ചെയ്ത ഒരു പാട്ട് ഏതാണ്? ഫസ്റ്റ് മ്യൂസിക് ചെയ്ത് ചാനലിലോ സിനിമയിലോ സീരിയലിലോ വന്ന ഒരു പാട്ട് ഏതാണ്? ഞാൻ ആദ്യം ഒരു നാടകത്തിന് വേണ്ടിയാണ്. ഞാൻ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ റെക്കോർഡിങ് നമുക്ക് നാടകത്തിന് നടക്കുന്നത് വലിയ സ്റ്റുഡിയോകളൊന്നും ഇല്ല. നമ്മൾ ഏതെങ്കിലും ഒരു വീടെടുത്തിട്ട് സൗണ്ട് സിസ്റ്റം എവിടെയെങ്കിലും ഒരു സൈഡിൽ വെച്ചിട്ട് ഓരോ മുറിയിലായിട്ട് ഓരോരുത്തരെ ഇരുത്തി അങ്ങനെ എടുക്കുന്ന സംഭവമാണ്. ഓക്കെ. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ കമ്പോസ് ചെയ്യുന്ന നാടകത്തിനാണ്. മേടപ്പുലരി വിഷുപ്പുലരി എന്ന് പറഞ്ഞിട്ട് വരികളാണ്. അത് മേടപ്പുലരിയിൽ വിഷുപ്പുലരി ഒരു ശോകഗാനമായി മാറുമോ, അങ്ങനൊരു പാട്ട്. എത്ര ഓർമ്മയുള്ളത്? ഇത്രയേ ഉള്ളൂ. അത് ഒത്തിരി 88, 89 സമയത്തൊക്കെയാണ്. ചെറുതായിരുന്നപ്പോൾ തന്നെ ഒരു സാധനം ചെയ്തു. അന്നത്തെ പാട്ടുകളെല്ലാം അങ്ങനെയാണല്ലോ, ലൈറ്റ് മ്യൂസിക്കിൻ്റെ. ഒന്നും ഒരിടത്തും റെക്കോർഡ് ചെയ്ത് വയ്ക്കുകയോ ഒന്ന് എഴുതി വയ്ക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇതല്ലേ നമ്മൾ അന്ന് ശരിക്കും പറഞ്ഞാൽ സ്പൂളാണ്. സ്പൂള് ഓർമ്മയുണ്ടല്ലോ, സ്പൂള് അതിനകത്ത് റെക്കോർഡ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ. ആ, സ്പൂള് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇത് വരുന്നു, 4 ട്രാക്ക് വരുന്നു, പിന്നീടാണ് 7 വരുന്നത്. അങ്ങനെയാണല്ലോ നമ്മൾ ഡെവലപ്പായി ഇപ്പോഴത്തെ ഇതുവരെ വന്ന് നിൽക്കുന്നത്. നമുക്ക് സിനിമയിലേക്ക് വീണ്ടും വന്നു കഴിഞ്ഞാൽ ഇപ്പം പുക ഇപ്പം ഇറങ്ങാൻ പോകുന്നുണ്ട്. ഇതിന് മുന്നേ ഇറങ്ങി 2-3 സിനിമകളൊക്കെ ഓൺ വരിവരിയായിട്ട് ഇരിക്കുകയാണ്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ എന്നൊരു സിനിമ അതേയുണ്ട്. അതെന്താണ്, അതിനെക്കുറിച്ചൊന്ന് പറയുമോ? അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ നല്ലൊരു സിനിമയാണ്. ഓക്കെ. അത് എൻ്റെ ഒരു സുഹൃത്ത് രാഹുൽ കൃഷ്ണ, അദ്ദേഹം തന്നെയാണ് അതിൻ്റെ ഡയറക്ഷനും സ്ക്രിപ്റ്റും എല്ലാം പുള്ളി തന്നെയാണ്. അതിനകത്ത് 4 പാട്ടുണ്ട്. അത്യാവശ്യം നമ്മുടെ ഇപ്പോഴത്തെ യുവതലമുറയിൽപ്പെട്ട എല്ലാവരും അതിനകത്ത് ആക്ട് ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും ഹീറോ ആരാ? ശരിക്കും രാഹുൽ മാധവ്. ഓക്കെ. രാഹുൽ മാധവ്, അപ്പാനി ശരത്ത്, ഇന്നത്തെ എല്ലാവരും ഒക്കെ ഉണ്ട്. അത്യാവശ്യം മിയ, അങ്ങനെയുള്ള കുറേ ആൾക്കാർ അതിനകത്ത് അഭിനയിച്ചിട്ട്. പാടിയിരിക്കുന്നവരൊക്കെയാണ്? പാടിയിരിക്കുന്നത് നമ്മുടെ വേണുചേട്ടൻ്റെ മോൻ പാടിയിട്ടുണ്ട്, അരവിന്ദ്, ജാസി ഗിഫ്റ്റ്, അൻവർ സാദിത്ത്, ജോസാഗർ എന്ന് പറഞ്ഞ ഒരു ഗായകൻ. പിന്നെ ഒരുപാട് നാൾക്ക് ശേഷം തമിഴിലെ ഒരു വലിയ റഹ്മാൻ സാറിൻ്റെ ഒരു പാട്ടുകാരിയുണ്ട്, സുനിത സാരഥി. അദ്ദേഹം ഇതിനകത്തൊരു പാട്ട് പാടിയിട്ടുണ്ട്. പിന്നെ നജീം പാടിയിട്ടുണ്ട്. ഇങ്ങനെ കുറേ ആൾക്കാർ പാടിയിട്ടുണ്ട്. ഓക്കെ. 4 പാട്ടുണ്ട് അതിനകത്ത്. ഇപ്പോൾ ഇതിൽ അരവിന്ദ് പാടി വേണിച്ചേട്ടൻ മോൻ, അതെങ്ങനെയാണ് കഥ, അതിൻ്റെ സാഹചര്യം എങ്ങനെ ഉണ്ടായി? സാഹചര്യം ഞാനും വേണിച്ചേട്ടനോട്ട് നല്ല അടുപ്പമാണ്. അപ്പം ഈ ഒരു പാട്ടിൻ്റെ സിറ്റുവേഷനും മെലഡിയാണ്. അപ്പം ആദ്യം എന്നോട് ഡയറക്ടർ പറഞ്ഞു നമുക്ക് ആരെ വെക്കാം. അപ്പോൾ 2-3 പേരുടെ ചോയ്സ് ഇങ്ങനെ വന്നു. ആ കൂട്ടത്തിൽ അരവിന്ദിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു ശരിയാവുമോ, കാരണം വേണുചേട്ടൻ്റെ വോയിസുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനമേ അല്ല എന്ന്, കാരണം കുറച്ചൊരു ഹൈ പിച്ച് അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് രാഹുൽ പറഞ്ഞു ചേട്ടാ നമുക്ക് അരവിന്ദിനെ കൊണ്ട് പാടിച്ചാലോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ശരി നോക്കാം. അപ്പോൾ നമ്മൾ അരവിന്ദ് പാടിയൊരു പാട്ട് ഭയങ്കര ഹിറ്റായിരുന്നു, മഴ പാടി. എനിക്ക് തോന്നി, കാരണം ആ പാട്ട് ഞാൻ യൂട്യൂബിൽ കണ്ടു. അതെ അത് അതുപോലെ നല്ല സോങ്ങാണ് ചേട്ടാ ചെയ്തേക്കുന്നത്. അതെ. അപ്പോഴത്തേക്ക് ആ ഹിറ്റായപ്പോഴത്തേക്ക് എനിക്ക് രാഹുൽ പറഞ്ഞു അവൻ തന്നെ നമുക്ക് മതി, എടുക്കാം. ഓക്കെ. അങ്ങനെ ഞാൻ വേണുചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു വേണുചേട്ടാ മോൻ്റെ ഇങ്ങനെ പാട്ട് പഠിക്കണം. ജോസഫ് മോൻ ഇവിടെ ചെന്നൈ പോയിരിക്കുകയാണ്,
വന്നൊന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അരവിന്ദിനെ ഞാൻ വിളിച്ചു, ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിച്ചു, ഇങ്ങനെയാണ് എൻ്റെ സ്ട്രക്ചർ. അപ്പോൾ പറഞ്ഞു, ജോസേട്ടാ ആ പാട്ട് എനിക്കൊന്ന് അയച്ചതാ. ഞാൻ പറഞ്ഞു പാട്ടായിട്ടില്ല, എൻ്റെ ട്യൂണേ ആയിട്ടുള്ളൂ, അതിന് ലിറിക്സ് എല്ലാം കൂടെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ഡമ്മി പാടി. ട്രാക്ക് ഞാൻ തന്നെ എൻ്റെ എല്ലാ വർക്കും ഞാൻ തന്നെ പാടും. ഓക്കെ. അപ്പം അദ്ദേഹത്തിന് അത് അയച്ചു കൊടുത്ത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ പുള്ളി ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടിരുന്നു, നമുക്കത് ഇന്ന് എടുക്കാം. ഞാൻ പറഞ്ഞു ഉടനെ എടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ ലിറിക്സ് ഇട്ട് ഞാൻ പിന്നെ അത്യാവശ്യം ഓർക്കസ്ട്ര എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിപ്പോയി ശരിക്കും പറഞ്ഞാൽ. ഒന്ന് ഏറ്റവും ബെസ്റ്റ് അദ്ദേഹത്തിന് സിംഗിങ്ങിനൊക്കെയുള്ള ക്യാരക്ടർ വേണുചേട്ടനെ പോലെ തന്നെ നല്ല അയ്യോ ഒരു രക്ഷയില്ല, നല്ല ക്യാരക്ടറാണ്. റീസെൻ്റ്ലി 2-3 ദിവസം മുമ്പ് കണ്ടപ്പോഴും ചോദിച്ചു, എന്താ ചേട്ടാ എന്നിറങ്ങും ആ പാടം? ഞാൻ പറഞ്ഞു ഉടനെ ഇറങ്ങും, വളരെ പ്രതീക്ഷയുള്ളൊരു പാട്ടാണെന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. ആ പാട്ട് 2 ലൈൻ നമുക്ക് പാടാം. ഓക്കെ. എനിക്ക് വരികളൊന്നും വലിയ ഓർമ്മയില്ല. വരികൾ എഴുതിയത് സന്തോഷ് പേരാളി. അദ്ദേഹമാണ് എഴുതിയത്. നമ്മുടെ ജയിലിലെ ജോലിയുള്ള. അതെ. ഓക്കെ. പുതുമഴയിൽ നീ അഴകഴകേതോ കനവുയിരാകെ നീ നനതാരോ കനവെഴുതിയതോ അതു പറയാ തന നനന നനന തന തനന നനന നലലല നനന ഇതാണ് സാധനം. കിടിലം പാട്ട്. ഇനി നമ്മുടെ ഇതിപ്പോൾ എ റഹ്മാന്റെ സിംഗർ സാരഥി കൊണ്ടുവന്നു. അതെങ്ങനെയാ? അത് ശരിക്കും പറഞ്ഞാൽ ഒരു ബെഡ്റൂം സീൻ പാട്ടായിരുന്നു. ഹോട്ട്. അങ്ങനെയാണ്. അപ്പം എന്നോട് പറഞ്ഞു, നമുക്ക് 1-2 റെഫറൻസ് വന്നിട്ട് നമുക്ക് ഇങ്ങനെയുള്ള രീതി വന്നാൽ കൊള്ളാം എന്ന് പറഞ്ഞു. ശരി, ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. അപ്പം ഞാൻ ഇരുന്നപ്പോൾ എടുത്താക്കുന്നതാണ്, ഞാൻ ആദ്യം നമ്മുടെ കേരളത്തിലുള്ളൊരു സിംഗറെ, ഈ എല്ലാവർക്കും ഈ ഫോൺ എടുക്കുന്ന സ്വഭാവം ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. കുറേ ദിവസമായിട്ട് വിളിച്ചിട്ട് അവർ ഫോൺ എടുത്തില്ല. ഞാൻ നിരാശനായി. അപ്പം ഞാൻ വന്നപ്പോൾ വേറൊരു ചോയ്സ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ പാട്ടുകൾ കേൾക്കും. അങ്ങനെ നിന്നപ്പോൾ ഈ തമിഴിലെ വലിയ ഗായിക പാടിയൊരു പാട്ട് എനിക്ക് കേട്ടു. അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഇതിൽ പൊക്കൂടാ. ഉടനെ ഡയറക്ടറെ വിളിച്ച് സംസാരിച്ചു, രാഹുലെ നമുക്ക് ആ വ്യക്തിയെ ഒന്ന് വിളിച്ച് നോക്കിയാലോ. അപ്പോൾ പറഞ്ഞു അദ്ദേഹത്തിന് വലിയ പിടുത്തമില്ല. അപ്പം ഞാൻ പുള്ളിക്കാരത്തി പാടിയ അന്യനാത്തുള്ള എന്നോട് അയ്യാണല്ലേ, അയില് ഇരുന്താൽ ആ പാട്ട് ഞാൻ പറഞ്ഞു ആ പുള്ളിക്കാരത്തിയെ ഞാനൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ നമ്പർ സംഘടിപ്പിച്ച് ഒരു ഈവനിങ്ങിലാണ് അവരെ വിളിക്കുന്നത്. മാഡം ഇങ്ങനെയാണ് കാര്യം, ഞാനിതാണ് പറഞ്ഞത്. പക്ഷേ വളരെ സന്തോഷത്തോടുകൂടി അവർ സ്വീകരിച്ചു. അങ്ങനെയാണ് അവരിലേക്ക് എത്തിച്ചേരുന്നത്. കാരണം ആ ഒരു ഈ എന്നോട് നീ ഇരുന്താൽ എന്ന് പറഞ്ഞ പാട്ടിൻ്റെ ഒരു മൂഡാണ് ആ പാട്ടിന് വേണ്ടത്. അത് അഭിലാഷ് എന്ന് പറഞ്ഞൊരു ലിറിക്സിസ്റ്റാണ് എഴുതിയത്. ഉയിരേ ഉയിരിൻ അങ്ങനൊരു പാട്ടാണത്. അത് യൂട്യൂബിൽ ഇറങ്ങിയായിരുന്നു? ആ പാട്ട് ഇറങ്ങിയിട്ടില്ല. ഇറങ്ങാൻ പോകുന്നു. അത് സിനിമ ഇറങ്ങുന്ന പാട്ടുകളെല്ലാം എല്ലാവരും. ജാസി ചേട്ടൻ പാടിയ പാട്ട് ഏതാ? അത് ഒരു എന്താണ് നമ്മുടെ എല്ലാവരും കൂടെ കൂടിയിരുന്ന് 2 അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. അങ്ങൊരു സീനാണത്. താനാടും തണുവാ തേടും തന്നാന നിരുന്ന തന്നാന തനന്ന തന്നാന എന്നാലും തനന്തരം തനന്തന തഞ്ചത്തിൽ തന്നത്തിൽ താനാന താന തഞ്ചാറ്റ തീനനി തന 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 തഞ്ചത്തിൽ തഞ്ചത്തിൽ അങ്ങനെ സാധനം. എല്ലാവരും കൂടെ വെള്ളവേഗ 2 അടിച്ചോണ്ടൊക്കെ ഇരുന്ന് പാടുന്ന സീനാണ്. അതെ, ശരി. അത് ഇറങ്ങിയോ? അത് യൂട്യൂബിൽ ഇറങ്ങി. എന്തോന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഈ പടം ഇറങ്ങായിരുന്നതാണ്. പിന്നെ കുറച്ച് ചെറിയ സാധനം പല ജോണറിലെ പാട്ടുകളാണ് ചെയ്തേക്കുന്നത്. അതെ, പലതും സിറ്റുവേഷൻ അനുസരിച്ച് പല ജോണറിലെ പാട്ടുകൾ. സാറിന് ചിലർ മെലഡി മാത്രം നോക്കിയിട്ട് പോകുന്ന രീതിയല്ല. അതെ. പിന്നെ ഇനി അടുത്ത് പാടിയിരിക്കുന്നത് ഇഷാൻ ദേവ്. അതും നല്ലൊരു, അതും ഈ പറയും പോലെ ഞാൻ ആ സമയത്ത് ഇഷാൻ്റെ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടിൻ്റെ ഓർക്കസ്ട്രേഷൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഈ പടത്തിൻ്റെ വർക്ക് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനത് കമ്പോസ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് എനിക്ക് തോന്നി എന്തുകൊണ്ട് ഇഷാൻ ദേവിനെ ചൂസ് ചെയ്തിട്ട് അങ്ങനെയാണ് അദ്ദേഹത്തിലേക്ക് എത്തുന്ന സാധനം. അത് ഓർമ്മയുണ്ടോ പാട്ടായിരുന്നു? അത് ലിറിക്സ് എഴുതിയത് എൻ്റെ ഡയറക്ടർ രാഹുൽ കൃഷ്ണൻ. അതെ, ശരി, നോക്കാം. അത് ഇങ്ങനൊരു പാട്ടാ. തൂ മഞ്ഞിൻ കണമ എന്നിൽ നിറയൂ
തേനൂറും നിണമായി എന്നിൽ നിറയൂ അഴകേ നനനനനേ പരരൂ നനനനന നനന നനനനന തനന തനനനന അങ്ങനൊരു പാട്ടായിരുന്നു. എല്ലാം നല്ല രസമുള്ള പാട്ട് കേട്ടോ ഈ സിനിമയിലുള്ളത്. അവിടെ ഇറങ്ങുമ്പോൾ മിക്കവാറും നിങ്ങൾ പല ചാനലിൽ നിങ്ങളുടെ ഇന്റർവ്യൂ മാത്രമേ കാണുള്ളൂ തോന്നുന്നു. അതെ അതെ. അയ്യോ, പക്ഷെ കണ്ടു കഴിഞ്ഞാൽ തോന്നില്ല കേട്ടോ, നല്ല പാട്ടിൽ മ്യൂസിക് ഡയറക്ടർ തോന്നില്ല കണ്ടു കഴിഞ്ഞാൽ. പക്ഷെ കഴിവുള്ളവർ അഹങ്കരിക്കില്ല എന്ന് പറയും പോലെ. അല്ല, എൻ്റെ പോളിസി എന്ന് പറഞ്ഞാൽ എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ ഇത്രയും പേര് എല്ലാ കാര്യത്തിലും എന്നെക്കാൾ സമർത്ഥരാണ് നിങ്ങളെല്ലാവരും. അങ്ങനെ ചിന്തിക്കും. അങ്ങനെയാണ് എൻ്റെ രീതി. ഇപ്പം ഞാൻ പാടുന്നു, എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്ന പ്രേം എന്നെക്കാളും വലിയ പാട്ടുകാരനാണ്. ഞാൻ മ്യൂസിക് ചെയ്യുന്നു, പ്രേം എന്നെക്കാളും വലിയ മ്യൂസിക് ഡയറക്ടറാണ്. എൻ്റെ ആറ്റിറ്റ്യൂഡ് അങ്ങനെ. ചുണ്ടിൽ നിൽക്കുക, ട്യൂൺ ഇപ്പോൾ നിൽക്കുക, ഞാൻ അങ്ങനെ നിൽക്കത്തുള്ളൂ. പിന്നെ എന്നോട് പലപ്പോഴും പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്, അണ്ണാ കുറച്ച് ജാടയൊക്കെ കാണിക്കുക. എനിക്കത് അങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. അതാണ് സത്യം. എൻ്റെ ബലഹീനതയും എൻ്റെ പോസിറ്റിവിറ്റിയും നെഗറ്റിവിറ്റിയും ഞാൻ തന്നെ മനസ്സിലാക്കുന്നത് അല്ലേ. ഞാൻ അങ്ങനെയാണ്. ഇപ്പം ഞാനൊരു സ്റ്റേജിൽ 1000 പേര്, ഞാൻ എല്ലാവരോടും പറഞ്ഞ കാര്യമാണ്, 1000 പേര് ഇരിക്കുന്ന ഒരു സദസ്സിൽ ഞാൻ കീബോർഡ് വായിക്കുന്നു എന്ന് വിചാരിക്കുക. അവിടെ ഇരിക്കുന്ന 900 പേരും കീബോർഡ് വായിക്കുന്നവരാ. ഞാനിവിടെ പുതിയതായിട്ടൊന്നും ചെയ്യുന്നില്ല. വല്ലവരും ചെയ്തത് തന്നെയാണ് ഞാനും ചെയ്യുന്നത്. ഈ 900 പേര് ഞാൻ ഞാൻ വിചാരിക്കുന്നത് ഞാനാണ് വലിയ ആൾ. ഭയങ്കര സംഭവം. ആ ഇരിക്കുന്ന 900 പേര് എന്നെക്കാളും ഭയങ്കര കീബോർഡ്സുകളായിരിക്കും. ഞാനങ്ങനെ ചിന്തിക്കത്തുള്ളൂ. പിന്നെ നമ്മൾ ക്രിയ ചെയ്യുക, പ്രവർത്തിക്കുക. ഇപ്പോൾ ശരിക്കും പെഫ്ക മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, അതെ അതെ, എന്തൊക്കെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ, എന്തൊക്കെയാണ് ഇപ്പോഴത്തെ? ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ മ്യൂസിക് ഡയറക്ടർ എന്നുള്ള ഒരു ലേബൽ വന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. ഏതെങ്കിലും ഒരു ഭാഗ്യം കൊണ്ട് ഒരു സിനിമ ചെയ്യും, പിന്നെ സിനിമ ഇല്ല, പ്രോഗ്രാം ഇല്ല, റെക്കോർഡിംഗ് ഇല്ല, ഒന്നുമില്ല നിൽക്കുന്ന കുറേ പേര് നമ്മുടെ കൂടെ ഉണ്ട്. അവരെ നമ്മൾ സഹായിക്കുക. പിന്നെ നമുക്ക് വർക്ക് ലോഡ് കൂടി വരുന്ന, ആരും അങ്ങനെ ചെയ്യത്തില്ല എങ്കിലും വർക്ക് ലോഡ് കൂടി വരുന്ന സമയത്ത് വേറൊരാൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ കൊടുക്കും. എനിക്കിപ്പോൾ 10 സിനിമ ഉണ്ടെങ്കിൽ, എനിക്കിപ്പോൾ തിരക്കാണെങ്കിൽ, അല്ലെങ്കിൽ വേറൊരാൾക്ക് ഇല്ലാതെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് ഒരാൾക്ക് വേണ്ടി ഈ പ്രൊഡ്യൂസറുടെയും ഡയറക്ടറുടെയും പെർമിഷനോട് കൂടി നമുക്ക് ചിലവർക്ക് ഹാൻഡിൽ ചെയ്യും. പിന്നെ പാവപ്പെട്ട കലാകാരന്മാർക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്യും. ഇപ്പോൾ റീസെൻ്റായിട്ട് ഞങ്ങൾ ഇൻഷുറൻസ് പദ്ധതി തുടങ്ങി. ഇൻഷുറൻസ് ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ മാസം അത് ലോഞ്ച് ചെയ്തേ ഉള്ളൂ. ഏപ്രിൽ 1-ാം തീയതി തൊട്ട് അത് പ്രാബല്യത്തിൽ വന്നു. അതൊരു വലിയ കാര്യമാണ്. ശരിക്കും പെഫ്ക മ്യൂസിക് ഡയറക്ടേഴ്സ് യൂണിയൻ്റെ മെമ്പേഴ്സായിട്ടുള്ള എല്ലാവർക്കും മെമ്പറായിരിക്കണം. മെമ്പറാകാത്തവർക്ക് പറ്റത്തില്ല. ഇപ്പോൾ എത്ര ചാർജ്, എത്ര ഇപ്പോൾ മെമ്പർ ആവണമെങ്കിൽ? ഇപ്പം ഞങ്ങൾ പിന്നെ ഒരു വർഷത്തേക്ക് ഞങ്ങൾ ഇപ്പം ചെയ്യുന്നത് 30 രൂപ. ഒരു വർഷത്തേക്ക്? ഒരു വർഷത്തേക്ക് പറഞ്ഞാൽ ടെമ്പററി ആയിട്ട് കൊടുക്കുന്നുണ്ട്, പെർമനൻ്റ് അല്ലാതെ ടെമ്പററി ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇത്ര പാട്ട് ചെയ്തതിന് ശേഷം മെമ്പർഷിപ്പ് എടുത്താൽ മതി എന്നാണ്? 3 സിനിമ ചെയ്തെങ്കിലേ ശരിക്കും പെർമനൻ്റ് ആയിട്ട് നമുക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ. ഈ നമ്മളിപ്പോൾ ഒരു 3 സിനിമ ചെയ്യാണ്ട്, ഇപ്പോൾ നമ്മളിപ്പോൾ സംഘടനകൾ പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ അംഗത്വം ഇല്ലാത്തവരൊന്നും സിനിമ ചെയ്യാൻ പാടില്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ 3 സിനിമ ചെയ്യാത്ത ആൾക്കാർ എങ്ങനെ സിനിമയിൽ എടുക്കാൻ പറ്റും? ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഞാനൊരു പ്രൊഡ്യൂസർ ആണെങ്കിൽ, ഇപ്പോൾ ചേട്ടൻ 3 സിനിമ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ പെഫ്കയിൽ എടുക്കാൻ പറ്റൂ. പെഫ്കയിലുള്ള അല്ലാത്ത ഒരാളെ കൊണ്ട് മ്യൂസിക് ചെയ്യാനും സമ്മതിക്കില്ല. അങ്ങനെ ഉണ്ടോ? ഇല്ല, അങ്ങനില്ല. ഇപ്പം തന്നെ ഇപ്പോൾ റീസെൻ്റായിട്ട് തന്നെ നമ്മുടെ അവിടെ ഇപ്പം എൻ്റെ സുഹൃത്ത് തന്നെ, അദ്ദേഹം 2 സിനിമ ചെയ്തു. പക്ഷേ 3-ാമത്തെ സിനിമ ചെയ്യാനായിട്ട് ചേംബറിൽ രജിസ്ട്രേഷൻ ചെല്ലുമ്പം അതിനകത്ത് മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കോളം ഉണ്ടല്ലോ, ഇന്നതാണ് മ്യൂസിക് ഡയറക്ടർ. അപ്പം നമ്മുടെ ID കാർഡ് നമ്പർ അവിടെ കൊടുക്കണം. ഇല്ലെങ്കിൽ അവിടെ ചോദ്യം വരും. ആ ഭാഗം ഒഴിച്ചിട്ടിട്ട് രജിസ്ട്രേഷൻ എടുത്തിട്ട് വരാൻ പറയും. ഇപ്പം സ്ട്രിക്റ്റാണ്. ഇത് നമ്മൾ ആദ്യമായിട്ട് ഒരാളിപ്പോൾ, ഞാനിപ്പോൾ നാളെ ഒരു സിനിമയിൽ അസോസിയേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു സിനിമ ചെയ്യാനായിട്ടോ നമുക്ക് ഒരു ഭാഗ്യം കിട്ടുമെന്ന് വയ്ക്കാം. പക്ഷെ നമുക്ക് ഒരു 30,000 രൂപ 40,000 രൂപ പെഫ്കയിൽ അങ്ങോട്ട് കൊടുക്കാൻ വേണം. നമ്മുടെ കയ്യിൽ ആ പൈസ ഇല്ല. എന്നാൽ നമുക്ക് പോയി വർക്ക് ചെയ്യാനും പറ്റാത്തൊരു സാഹചര്യം. അതിന് നിങ്ങൾ എന്താ ഒരു പ്രതിവിധി? അത് അവർ തന്നെ ചെയ്യും. കാരണം ഈ പ്രൊഡ്യൂസറിനും ഈ ഡയറക്ടറിനും അദ്ദേഹം തന്നെ മ്യൂസിക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ തന്നെ എടുത്ത് കൊടുക്കണം. ചെയ്യുന്നുണ്ട് അങ്ങനെ. ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. കാരണം പാട്ട് റെക്കോർഡിങ് കഴിഞ്ഞു. ഇപ്പം അറിയാവുന്ന ഡയറക്ടറും പ്രൊഡ്യൂസറും അത് അവർ ചെയ്യത്തില്ല. കാരണം അവർ ആദ്യമേ ഇപ്പം
ഒരു ഡയറക്ടറുടെ മോനാണ് അല്ലെങ്കിൽ കസിനാവാം, അതെ. അപ്പം മ്യൂസിക് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ അവർ തന്നെ എടുത്ത് അതിന് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് മെമ്പർഷിപ്പ് കൊടുക്കും, എന്നിട്ടേ വരത്തുള്ളൂ. കാരണം മെമ്പർഷിപ്പ് വേണം. അത് എല്ലാ പെഫ്കയിലുള്ള എല്ലാ മേഖലയിലുള്ളവർക്കും. ഇപ്പം ഏകദേശം 23-24 സംഘടനയുണ്ട് പെഫ്കയിൽ. ഇപ്പം നമ്മുടെ ലാലേട്ടൻ തന്നെ റീസെൻ്റ് ആണെങ്കിൽ ഇപ്പം ഞാൻ ചോദിക്കാൻ വേണ്ടി വരുമായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ഡയറക്ടർ ആവുകയാണല്ലോ, ഡയറക്ട് കാർഡ് എടുത്തിട്ട് ഇപ്പോൾ അദ്ദേഹം എടുത്തു. കാരണം ഫ്യൂച്ചറിൽ അത് നല്ലതാണ്. കാരണം ഒരു ലീഗൽ പ്രശ്നം വന്നാലും നമുക്ക് സംഘടനാപരമായിട്ട് ഇടപെടണം എന്നുണ്ടെങ്കിൽ മെമ്പർ ആയിരുന്നാലും മാത്രമേ. എന്നാൽ മെമ്പർ അല്ലാത്തവരും ഒരുപാട് മ്യൂസിക് ഡയറക്ടർമാരുണ്ട് ഇപ്പോൾ. ഉണ്ട്. അതല്ല, മ്യൂസിക് ഡയറക്ടറിൻ്റെ എല്ലാം വേറെ മേഖലയിൽ പെഫ്കയിൽ വേറെ ഇപ്പോൾ ലൈറ്റ് ബോയ് ആയിട്ട് ഒരു പയ്യൻ ആദ്യം കയറി വരികയാണെങ്കിൽ ചിലപ്പോൾ ആർക്കെങ്കിലും പകരമായിരിക്കും കയറി വരുന്നത്, ആ ഒരു സിനിമയിൽ വർക്ക് ചെയ്യുന്നു, അവന് കാർഡ് ഉണ്ടെങ്കിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടോ? പകരത്തിനൊന്നും വിടുന്നതിനൊന്നും കുഴപ്പം വരത്തില്ല. ഇപ്പം എനിക്ക് ഒക്കാത്തത് കൊണ്ടാണല്ലോ, പക്ഷേ അത് എല്ലാ മേഖലയിലും പറ്റത്തില്ലെന്ന്. പക്ഷേ ഞാനിപ്പോൾ ഏറ്റിട്ട് എനിക്ക് വരാതിരിക്കുന്നൊരു സാഹചര്യത്തിലാണല്ലോ വേറൊരാൾ വരുന്നത്. പക്ഷേ ഞാൻ റെസ്പോൺസിബിലിറ്റി മൊത്തം എനിക്കല്ലേ. ഞാൻ പകരത്തിന് ഒരാളെ വെക്കുന്നു. പക്ഷേ മ്യൂസിക് ഡയറക്ടറാകുമ്പോൾ അവരുടെ ക്രിയേറ്റിവിറ്റി മൊത്തം അവർ തന്നെ ചെയ്തില്ലേ പറ്റത്തുള്ളൂ. ഇപ്പം എനിക്ക് അസിസ്റ്റൻറ്റുമാരെ വെച്ച് ചെയ്താലും മൊത്തം വരുമ്പോൾ എനിക്കാണ് എൻ്റെ റെസ്പോൺസിബിലിറ്റി മൊത്തം. എന്നോട് ചോദ്യവും എല്ലാം വരത്തും. ഇത് നിങ്ങളുടെ ഈ അസോസിയേഷൻ വലിയ സംഭവമായിട്ട് ഇപ്പോൾ കാര്യമായിട്ടൊക്കെ പ്രവർത്തനം നടത്തി പോകുന്നുണ്ട്. ഇപ്പോൾ ഒരു സിനിമയിൽ ഒരു മ്യൂസിക് ഡയറക്ടർ അല്ലെങ്കിൽ ഒരു സംഭവം മ്യൂസിക്കായിട്ട് ബന്ധപ്പെട്ട് ഒരാൾ ട്യൂൺ എന്തെങ്കിലും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റും. ഒരാൾ അതിനെ ചോർത്തി വേറൊരു പാട്ടിലോട്ട് ഇറങ്ങി പോവുകയാണെങ്കിൽ കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റും. അത് ക്ലിയർ എവിഡൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ തന്നെ അത് ആക്ഷൻ എടുക്കും. എന്തൊരു എവിഡൻസാണ് ഉദ്ദേശിച്ചത്? എവിഡൻസ് ഇപ്പോൾ സപ്പോസ് എന്നെ തന്നെ ഞാൻ പറയാം. ഇപ്പോൾ ഇദ്ദേഹം വന്നു, നമ്മൾ തമ്മിൽ സംസാരിച്ചു. ഓക്കെ, എനിക്ക് ടോക്കൺ ഇല്ല, ഒന്നുമില്ല. ടോക്കൺ മീൻസ് കാർഡ് അല്ല, മീൻസ് അഡ്വാൻസ് കാര്യങ്ങളൊന്നുമില്ല. എന്നോട് പറയുന്നു ഈ സിറ്റുവേഷൻ ഇതാണ്. അപ്പം നമുക്ക് എങ്ങനെങ്കിലും എല്ലാ മ്യൂസിക് ഡയറക്ടർമാർ ചെയ്ത് തഴമ്പിച്ചവർക്ക് അത് പ്രശ്നമല്ല. അവർ സ്ലോ മോഷനിൽ വരട്ടെ, അഡ്വാൻസ് കൊണ്ടുവരട്ടെ, നമുക്ക് ചെയ്യാം. പക്ഷേ എന്നെപ്പോലെ ഈ ഉള്ള ഒരുപാട് പേര് തേടി നടക്കുന്നവരാകുമ്പോൾ ഈ നമ്മുടെ മനസ്സിൽ ചിന്തിക്കുന്നത് അറിയാമോ, ഇത് കയ്യിൽ നിന്ന് വിടരുത്. അപ്പം ഒരു കാര്യം ചെയ്യും, 2 ദിവസം കഴിഞ്ഞ് ഒരു ട്യൂൺ എന്നെ കേൾപ്പിക്കാൻ പറ്റുമോ? ഇദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയം തൊട്ട് നമ്മൾ അതിന് വേണ്ടി ട്രൈ ചെയ്യും. ട്രൈ ചെയ്തിട്ട് 2 ദിവസം കഴിഞ്ഞ് അദ്ദേഹം കേൾക്കണമെന്ന് പറഞ്ഞല്ലോ, ഫോൺ വിളിച്ച് എടുക്കത്തുമില്ല, പിന്നൊന്നും ഒരു റെസ്പോൺസും ഇല്ല. ഇതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നേരെ മറിച്ചു അദ്ദേഹം വന്നു, എനിക്ക് അഡ്വാൻസും ഇല്ല, ഒന്നുമില്ല, പാട്ട് ഞാൻ കമ്പോസ് ചെയ്തു, ഞാനിത് കേൾക്കാൻ വേണ്ടി ട്യൂണായിട്ടോ വരികളായിട്ടോ ഞാൻ ഡയറക്ടറിന് എഴുതി അയച്ചു കൊടുക്കുകയാണ്. ഈ അയച്ചു കൊടുത്തിട്ട് പുള്ളി എന്ത് ചെയ്യും, ഈ സാധനത്തെ എടുത്ത് വേറൊരാളെ കൊണ്ട് ഓർക്കസ്ട്രേഷൻ ചെയ്യിപ്പിച്ച് വേറൊരാളെ കൊണ്ട് പാടിച്ച് എല്ലാം റെഡിയാക്കിയിട്ട് ഇത് ഇറങ്ങുന്നു എന്നിരിക്കട്ടെ, കൃത്യമായിട്ടും എൻ്റെ ട്യൂണാണ്. പക്ഷേ ഞാനിത് അയച്ചു കൊടുത്തതിൻ്റെ തെളിവ് എനിക്ക് വേണം, അല്ലാതെ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. തെളിവുണ്ടെങ്കിൽ നമ്മൾ പിന്നെ 2 പേരും ഇതിനകത്ത് മെമ്പർ ആയിരിക്കണം. ഔട്ട്സൈഡ് നിൽക്കുന്ന ഒരാൾക്കെതിരായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇല്ല, കാരണം ഇതിനകത്ത് മെമ്പർ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഉത്തരവാദിത്തമുള്ളൂ. ഇപ്പം പ്രേം ഇപ്പം ഒരു സംഭവത്തിൽ ഡയറക്ടർ ഒരു പ്രൊഡ്യൂസറായിട്ട് വരികയാണ്. ഞാൻ മ്യൂസിക് ഡയറക്ടറാണ്. ഞാൻ ഫെഫ്ക മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ യൂണിയൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പർ അല്ല, സാധാ ഒരു മെമ്പർ ആണെങ്കിലും എനിക്ക് അയച്ചു തന്നു, നിങ്ങൾ എന്നെ ചീറ്റ് ചെയ്തു. ഓക്കെ, ലീഗലായിട്ട് എനിക്കിവിടെ പറയാം. എവിടെ? നമ്മുടെ സംഘടനയിൽ എനിക്ക് പറയാം, ഞാനിങ്ങനെ ചീറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്, എൻ്റെ ട്യൂണ് ഞാൻ അയച്ചു കൊടുത്തു, ഡയറക്റ്റ് ഇങ്ങനെയാണ്. അത് ഇറങ്ങിക്കഴിയുമ്പോൾ ഒരു കാരണവശാലും ഇറക്കാൻ സമ്മതിക്കത്തില്ല. കാരണം ഞങ്ങൾക്കിത് മെമ്പർ അല്ലാത്ത ഒരാളുടെ വർക്കാണെങ്കിൽ നമുക്ക് ഉത്തരവാദിത്വമില്ല. ഇപ്പം ഞാൻ നിങ്ങളുടെ മെമ്പർ അല്ല, ഞാൻ ചെയ്ത് കഴിഞ്ഞു, അത് നിങ്ങൾ തമ്മിലായിക്കോണം. കാരണം ഇതിനകത്ത് നമുക്ക് മെമ്പർഷിപ്പ് എടുക്കുന്ന എന്തിനാണ്? നമുക്കൊരു ലീഗൽ പ്രശ്നം വന്നാലോ സാമ്പത്തിക പ്രശ്നം വന്നാലോ നമുക്കല്ലാതെ എന്ത് പ്രശ്നം വന്നാലും ഇടപെടാൻ വേണ്ടിയാണല്ലോ നമ്മളൊരു പർട്ടിക്കുലറായിട്ടൊരു സംഘടനയിൽ ചെന്ന് ചേരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഔട്ട്സൈഡ് നിൽക്കുന്ന ആളിൻ്റെ കാര്യത്തിൽ നമുക്ക് ഇടപെടേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹം മെമ്പർ ആയിരുന്നെങ്കിൽ ശരിക്കും ലീഗലായിട്ട് എഴുതി തരികയാണ്, ഡിയർ സെക്രട്ടറി, എനിക്കിങ്ങനെ ഒരു സംഭവം പറ്റിയിട്ടുണ്ട്, ഇന്ന ആളാണ്. അല്ല, ഒരാൾ മെമ്പറാണ്. ഇപ്പോൾ ചേട്ടൻ മെമ്പറാ, ജോസേട്ടൻ സംഘടന മെമ്പറാ. അതെ, ചേട്ടൻ എനിക്ക് ഞാൻ മെമ്പർ അല്ല, ഞാൻ പ്രൊഡ്യൂസർ ഡയറക്ടർ ആയിക്കോട്ടെ, ഞാൻ മെമ്പറാണെങ്കിൽ എനിക്ക് പരാതിപ്പെടാം. ഓക്കെ, എൻ്റെ സാധനമാണ് അങ്ങോട്ട് തന്നിട്ടുള്ളത്, അത് പരാതിപ്പെടാം. ഇനി നമുക്ക് അടുത്തിന് വേറൊരു സിനിമ ചെയ്ത് റിബൺ, പപ്പൻ ബൈറ്റുള്ള വീണ്ടും ചെയ്യുന്ന പടം. അതിനകത്ത് ഒരു പാട്ടാണ് ഉള്ളത്. അതിനകത്തൊരു പാട്ട് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതും റീസെൻ്റായിട്ട് ഇറങ്ങും. അറിയാതെ ലാല സ്പാനിച്ചിലാണ് അതിൻ്റെ വരികൾ എഴുതിയത്.
ഓക്കെ. അറിയാതെ 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 ആത്മാവിൽ അലകളിലെങ്ങോ അറിയാതെ മധുരിക്കും മധുവാണ് പ്രേമം. അങ്ങനൊരു പാട്ട്. ഓ അത് ശരി. വളരെ സ്ലോ മൂഡിൽ പോകുന്നൊരു. അത് എല്ലാം ഫിനിഷ് ചെയ്ത് വെച്ചേക്കാണ്? കഴിഞ്ഞു. സിനിമ ഇനി ഉടനെ റിലീസാവും. അതിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞു, ഫിനിഷ് ചെയ്തു. അത് കൊള്ളാം, അത് നല്ല സോങ്ങാണ്. അതൊരു ഈ സോങ് തന്നെയാണ് അതിൻ്റെ പല സ്ഥലത്തും ശരിക്കും പറഞ്ഞ RRന് പകരമായിട്ടും ഈ സോങ് നല്ല കണ്ടന്റ് ഉള്ളൊരു സിനിമയാണ്. ഓക്കെ. അറിയാതെ സ്നേഹിക്കുന്നതാണ്. ഓക്കെ. ഇനി അടുത്ത് പിന്നെ ഒരു സിനിമ ചെയ്തത് ലേറ്റ് മാരേജ് എന്ന് പറഞ്ഞാൽ 4-5 സോങ്ങുകളുണ്ട്, അഫ്സൽ ജോൾസിനെയൊക്കെ പാടിയ. അതെ. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയൂ. അത് ശരിക്കും പറഞ്ഞാൽ അത് ഒന്ന് മുടങ്ങി നിൽക്കുന്ന മൂവിയാണ്. പക്ഷേ ഇപ്പോൾ ഉടനെ തന്നെ അത് ഇപ്പോൾ റീസെൻ്റായിട്ട് ഷൂട്ട് ചെയ്ത് തുടങ്ങും. അതിനകത്ത് 5 സോങ്ങാണുള്ളത്. അതിനകത്ത് ജോൾസ്ന, അഫ്സൽ, നജീം ഹർഷാദ്, മനീഷ, പിന്നെ അങ്ങനെയുള്ള കുറേ നല്ല ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് എല്ലാം പാടിയിട്ടുണ്ട്. വിൽസരാജ് പാടിക്കഴിഞ്ഞു. എൻ്റെ റെക്കോർഡിംഗ് സെഷനും എല്ലാം ഉണ്ട്. ഞാൻ എൻ്റെ മാസ്റ്ററിങ് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതും ഉടനെ ഷൂട്ട് കഴിഞ്ഞ് ഫിനിഷ് ചെയ്യും. നല്ല കഥ. ബിജു സോപാനമാണ് അതിൻ്റെ സെൻട്രൽ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. ഓ അത് ശരി. ബിജു സക്സേന, അങ്ങനെയുള്ള കുറേ ആൾക്കാർ. ഞാനിപ്പം ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഓർക്കായിരുന്നു, കനകലത ചേച്ചി അതിനകത്ത് നല്ല റോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. മരിച്ചുപോയി. എൻ്റെ ഒരു നല്ല ഫ്രണ്ടായിരുന്നു. ശരിക്കും അവരും പോയി. അതിൽ മനസ്സിൽ നിൽക്കുന്ന ഏതെങ്കിലും 1-2 പാട്ട് ഓർമ്മയുണ്ട്? ആരെങ്കിലും പാടി? അതിനകത്ത് നല്ലൊരു താരാട്ട് പാട്ടുണ്ട്, മനീഷ പാടിയത്. അപ്പോൾ അതിൻ്റെ 2 ലൈൻ ഒന്ന് ഓർക്കാം. അത് കുഞ്ഞിളം ചുണ്ടിൽ നല്ലിളം തേനും താനെത്തനിത്തിയ താനനി നിന്നു സുന്ദരി വാവേ ചുംബനപ്പൂവേ ചായുറങ്ങു മെല്ലെ താനിറങ്ങൂ നീ ഉറങ്ങൂ താനേ നീ ഉറങ്ങൂ. ഇങ്ങനൊരു പാട്ടുണ്ട്. നല്ല താരാട്ട് പാട്ടാണ്. അതുകൊണ്ട് പിന്നെ മുട്ടായി ചുണ്ടിൽ തന്നത്തനന നല്ല തന്നനാന ചെൻപാട്ടിൽ താനാനെ താനാനിനീന താനാന. അത് അഫ്സലും ജോൾസിനെയും പാടുന്നത്. നജീം നല്ലൊരു പാട്ടുണ്ട്. പാനിച്ചിന് എഴുതിയതാ. അതിങ്ങനെ ഓമനേ മിഴിതൽ തേൻകണം ലെബനോൺ തടാകം നീ തനനാനനാന ഇങ്ങനെ പാട്ട് നജീം പാടിയതല്ലേ? നജീം പാടി. ഇതിന് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, ചെയ്യാനുണ്ട്. അതിൻ്റെ വിഷ്വൽസ് കുറച്ച് വരാനുണ്ട്. ഓക്കെ. എന്തായാലും ഭയങ്കര രസമുണ്ട്. ഇനി ഒരുപാട് വിശേഷങ്ങൾ അറിയാനും ചോദിക്കാനും ഉണ്ട്. എന്തായാലും ഇതെല്ലാം ഇറങ്ങിക്കഴിയുമ്പോഴേക്കും പറയാനായിട്ട് കുറേ കൂടെ വിശേഷങ്ങൾ ഉണ്ടാവും തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ കാര്യമായിട്ട് നമുക്കൊരു ഇൻ്റർവ്യൂ കൂടെ ഇരിക്കേണ്ടി വരും. ഉറപ്പായിട്ട്. അപ്പോൾ എന്തായാലും ഇത്രയും നേരം നമ്മളോട് നല്ല നല്ല വിശേഷങ്ങൾ പങ്കുവച്ച ജോസേട്ടന് എല്ലാവിധ ഐശ്വര്യങ്ങളും. താങ്ക് യു സോ മച്ച്. എനിക്ക് ഒരു അവസരം തന്നതിന് ഈ ചാനലിനോടും നിങ്ങളുടെ എല്ലാ പ്രവർത്തകരോടുമുള്ള നന്ദി, സ്നേഹമൊക്കെ ഞാൻ പ്രകടിപ്പിക്കുന്നു. ഓക്കെ.